wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നത്തെയും പോലെ തന്നെ വീഡിയോയുടെ ആരംഭത്തിൽ ഞാനൊരു ഇടുക്കിക്കാരി ആയതുകൊണ്ട് ഇടുക്കിയുടെ ഭംഗി കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതോടൊപ്പം ഈ വീഡിയോയുടെ സെൻറ്റർ ഭാഗത്ത് നിങ്ങൾക്കായി ഞാനൊരു സർപ്രൈസ് കാത്തു വെച്ചിരിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ കലാവാസന നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാനും ലോകമത് അറിയപ്പെടട്ടെ എന്നുള്ള ആഗ്രഹത്തോടും കൂടി മാത്രം ഞാൻ ഈ വീഡിയോയുടെ സെൻറ്ററിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുങ്കലാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ വ്ളാമലയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്ന റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് മുങ്കലാർ വഴി യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. വീണ്ടും തുടർന്ന് ഞാൻ എപ്പോഴെങ്കിലും ഇതിലെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മുഴുവൻ എടുക്കാൻ സാധിച്ചില്ല. വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അത്രയും ഭാഗങ്ങൾ തേയിലക്കാടുകളും വളരെ ഭംഗിയായ മലനിരകളും ഒക്കെ ഉൾപ്പെടുത്തി കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കണ്ടു നോക്കൂ. പിന്നെ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതാണ്. അപ്പോൾ ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം വരച്ച ചിത്രങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. കണ്ടു നോക്കി അഭിപ്രായങ്ങൾ പറയുക. ആരാണെന്നൊക്കെ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ചിത്രങ്ങളും ചിത്രകാരനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ എൻഡിൽ പറയാം ഇതാരാണെന്ന്. ഇത് എൻ്റെ അച്ഛൻ്റെ അനിയനാണ്, അപ്പാപ്പനാണ്. രമേശ് എന്നാണ് പേര്. വളരെ ചെറുപ്പത്തിൽ തന്നെ കേരളം വിട്ടു പോയ ആളാണ്. അവിടെ മധ്യപ്രദേശിൽ ജോലിയാണ്. അപ്പം ഫാമിലിയായിട്ട് ജീവിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ വളരെ ചെറുപ്പത്തിലേ കാണുന്ന കഴിവുകളാണ്. പ്രതിമകളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അപ്പാപ്പന് ഒരുപാട് കലാവിരുദ്ധുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും ലോകം അറിയപ്പെടാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കൂടി ലോകം മുഴുവൻ കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.